നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് അള്ളാഹുവിനെ ഓർക്കുന്നതിനെ കുറിച്ചാണ്. അള്ളാഹുവിൻ്റെ സ്നേഹത്തെക്കുറിച്ചല്ലയോ നമ്മൾ വാചാലരായത്? അള്ളാഹുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ചല്ലയോ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്? നമ്മളിന്ന് ചിന്തിക്കണേ, നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ചിന്തിക്കണേ. അള്ളാഹുവിനെ ഓർക്കാൻ നമുക്ക് സമയമുണ്ടോ? അള്ളാഹുവിനെ ഓർക്കാൻ നമ്മൾ സമയം കണ്ടെത്തിയോ? തസ്ബീഹ് കൊണ്ട്, തക്ബീർ കൊണ്ട്, തഹ്ലീൽ കൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കാൻ നമ്മൾ ശ്രമിച്ചോ? സഹോദരങ്ങളെ, ചിന്തിക്കണേ, നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ചിന്തിക്കണേ. നമ്മൾ നന്ദിയുള്ള അടിമയായിട്ടുണ്ടോ? നമ്മുടെ ഖൽബിലേക്കൊന്ന് തിരിഞ്ഞു നോക്ക്, നമ്മുടെ ഹൃദയത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്ക്. പ്രിയപ്പെട്ടവരെ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പാതിരാത്രിയിലങ്ങ് നിന്നുകൊണ്ട് നിസ്കരിക്കുകയാണ്. നിസ്കരിച്ച് അവിടുത്തെ കാല് നീര് വന്നിട്ടില്ലേ? അവിടുത്തെ കാല് നീര് വന്നുകൊണ്ട് വളരെ പ്രയാസകരമായി കൊണ്ട് വീണ്ടും നിസ്കരിക്കുമ്പോൾ അതാ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയ പത്നി ആയിഷ റളിയല്ലാഹു അൻഹാ, ഉമ്മഹാത്തുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുകയാണ്, നമ്മുടെ ഉമ്മ ചോദിക്കുകയാണ്. എന്താ ചോദിക്കുന്നത്? എല്ലയോ ഹബീബരേ, എന്തിനാണ് അങ്ങിങ്ങനെ കഷ്ടപ്പെടുന്നത്? അങ്ങേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗം തന്നിട്ടില്ലയോ? എന്തിനാണ് അങ്ങിങ്ങനെ കഷ്ടപ്പെടുന്നത്? അങ്ങയുടെ ദോഷങ്ങളെല്ലാം അല്ലാഹു പുറത്തു തന്നിട്ടില്ലയോ? പിന്നെ എന്തിനാണ് അങ്ങിങ്ങനെ കഷ്ടപ്പെടുന്നതെന്ന് ചോദിച്ചപ്പോ അവിടുന്ന് പറഞ്ഞില്ലേ, ഞാനൊരു നന്ദിയുള്ള അടിമയാകണ്ടേ ആയിഷ, ഒരു നന്ദിയുള്ള അടിമയാകണ്ടേ ആയിഷ എന്ന് പറഞ്ഞ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരങ്ങളെ, നിങ്ങൾ ചിന്തിക്കണേ. എല്ലാം ലഭിച്ചിട്ടും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും ഇബാദത്തുകളിൽ മുഴുകുകയാണ്, നന്ദിയുള്ള അടിമയാകാൻ വേണ്ടി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളെന്ത് ചെയ്തു അള്ളാഹുവിനോട്? നമ്മൾ അള്ളാഹുവിന് വേണ്ടി നമ്മൾ എന്താണ് ചെയ്തത്? നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒന്ന് ചിന്തിക്കണേ, നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ചിന്തിക്കണേ. പ്രവാചക പ്രഭു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞില്ലേ? പ്രവാചക പ്രഭു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ആരെങ്കിലും അല്ലാഹുവിനെ ഒറ്റയ്ക്ക് ഓർത്താൽ, ആരെങ്കിലും ഒറ്റക്കിരുന്ന് ഓർത്താൽ അവൻ അല്ലാഹു ഓർക്കുന്നതാണ്, തിരിച്ച് അല്ലാഹു ഓർക്കുന്നതാണെന്ന് പറഞ്ഞില്ലേ? ആരെങ്കിലും ഒരു സദസ്സിൽ വെച്ച് അല്ലാഹുവിനെ ഓർത്താൽ അതിനേക്കാൾ ഖൈറായ സദസ്സിൽ വെച്ച് അവനെ ഓർക്കുന്നതാണെന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചില്ലേ? എന്നിട്ടും എന്തേ മനുഷ്യ നമ്മൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പാത പിന്തുടരുന്ന ആളുകളല്ലേ? എന്നിട്ടും എന്തേ മനുഷ്യ നമ്മൾ അല്ലാഹുവിനെ ഓർക്കാൻ സമയം കണ്ടെത്താതിരുന്നത്? എന്തുകൊണ്ടാണ് നമ്മൾ അല്ലാഹുവിനെ ഓർക്കാൻ സമയം കണ്ടെത്താതിരുന്നത്? നമ്മുടെ നമസ്കാരങ്ങളുടെ സമയങ്ങളൊന്ന് പരിശോധിച്ച് നോക്ക്. ഒരു ദിവസത്തിൽ 24 മണിക്കൂർ ലഭിച്ചിട്ട് നമ്മൾ എത്ര സമയമാണ് അല്ലാഹുവിനെ ഓർത്തത്? നമ്മൾ എത്ര സമയമാണ് അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്തത്? വെറുതെ എന്ന് ചിന്തിച്ചു നോക്ക് മനുഷ്യ. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണേ, നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ചിന്തിച്ചു നോക്കണേ. ഒരു ദിവസത്തിൽ 24 മണിക്കൂർ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകി. ആ 24 മണിക്കൂറുകളിലും ഓരോ സെക്കൻഡുകളും നമ്മൾ ശ്വാസോച്ഛ്വാസം നൽകിക്കൊണ്ടിരിക്കുകയാണ്. ശ്വാസം അകത്തേക്ക് വിടുന്നു, ശ്വാസം പുറത്തേക്ക് വിടുന്നു. ശ്വാസോച്ഛ്വാസത്തിന് പൈസയില്ല. ഓക്സിജൻ, എത്ര ഓക്സിജനാണ് നമ്മൾ വലിച്ചു വിട്ടുകൊണ്ടിരിക്കുന്നത്. എന്നിട്ടും അല്ലാഹുവിന് നമ്മൾ എത്രയോ തെറ്റി നടന്നു. അല്ലാഹു പറഞ്ഞത് വിരോധിച്ചത് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നു. പക്ഷേ എന്നിട്ടും നമ്മുടെ ശ്വാസത്തിന് യാതൊരുവിധ തടസ്സവും വന്നിട്ടില്ല. അതങ്ങനെ അതിൻ്റെ വഴിക്ക് നടക്കുന്നുണ്ട്. ഒന്ന് ഹോസ്പിറ്റലിൽ കിടന്ന് നോക്കണ്ടേ, ഒന്ന് ഓക്സിജൻ ഫിറ്റ് ചെയ്ത് നോക്കണ്ടേ, ഒരു ഓക്സിജന്റെ വില എത്രയാണെന്നറിയാൻ. സഹോദരങ്ങളെ, ഒന്ന് ചിന്തിച്ചു നോക്ക്, നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ചിന്തിച്ചു നോക്ക്.
നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കാരുണ്യവാനായ തമ്പുരാൻ നമുക്ക് തരുന്ന വെള്ളമൊന്ന് പരിശോധിച്ച് നോക്ക് സുഹൃത്തെ. ആ വെള്ളത്തിന് ഇന്നേ വരെ വല്ല തടസ്സവും നേരിട്ടിട്ടുണ്ടോ? നമുക്ക് കുടിക്കാൻ ലാവിശായി വെള്ളം അല്ലാഹു സുബ്ഹാനഹു വ തആല തരുന്നു. ആ വെള്ളത്തിന് ഇന്നേ വരെ യാതൊരുവിധ തടസ്സവും ഉണ്ടായിട്ടില്ലല്ലോ. ഇന്നേ വരെ നിനക്ക് ഞങ്ങൾ വെള്ളം തരില്ലെന്ന് പറഞ്ഞില്ലല്ലോ. ഞാൻ പറഞ്ഞത് നീ ചെയ്തിട്ടില്ല, ഞാൻ പറഞ്ഞത് നീ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിനക്കിനി വെള്ളമില്ല എന്ന് പറഞ്ഞിട്ട് ഒരിറ്റ് വെള്ളം പോലും നമ്മുടെ മുടക്കിയിട്ടില്ലല്ലോ. പ്രിയപ്പെട്ടവരെ, ചിന്തിക്കണേ, നെഞ്ചത്ത് കൈവച്ച് ചിന്തിക്കണേ. നമ്മൾ പണക്കാരല്ല, പക്ഷേ നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളത്തിൻ്റെ വിലയൊന്ന് പരിശോധിച്ച് നോക്ക്. ഒരു ദിവസം 1000 ലിറ്ററെങ്കിലും നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കാത്തതുണ്ടോ? എങ്കിലൊന്ന് പരിശോധിച്ച് നോക്ക്. 1 ലിറ്റർ വെള്ളത്തിന് കടയിൽ നിന്ന് എത്ര വേണ്ടി വരും? എന്നിട്ട് നമ്മളൊന്ന് ചിന്തിച്ച് നോക്ക്. അല്ലാഹു നമ്മൾ എത്രയോ ഐശ്വര്യമായിട്ടാണ് നമ്മുടെ ജീവിതം കൊണ്ടുപോകുന്നത്. എന്നിട്ടും എന്തേ അള്ളാഹുവിനെ ഓർക്കാൻ നമുക്ക് സമയം ലഭിക്കാത്തത്? എന്നിട്ടും എന്തേ അള്ളാഹുവിനെ നമ്മൾ ഓർക്കാത്തത്? സഹോദരങ്ങളെ, നമ്മൾ ചിന്തിക്കണേ. അള്ളാഹുവിനെ ഓർക്കണേ, അള്ളാഹുവിനെ ഓർക്കണേ, അള്ളാഹുവിനെ ഓർക്കണേ. നമുക്കെല്ലാം നൽകിയ അള്ളാഹുവിനെ ആരെങ്കിലും ഒറ്റയ്ക്കിരുന്നു കൊണ്ട് ഓർത്ത് കണ്ണീര് വാർത്താൽ അവർക്ക് നാളെ അർശിന്റെ തണലുണ്ടെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചില്ലേ? അതെ, പാതിരാത്രികളിൽ അള്ളാഹുവിനെ ഓർക്കാൻ നമ്മൾ സമയം കണ്ടെത്തണേ. ഞാൻ എൻ്റെ നഫ്സിനോട് ആദ്യമായും നിങ്ങളോടുമാണ് ഈ പറയുന്നത്. സഹോദരങ്ങളെ, ചിന്തിക്കണേ, അള്ളാഹുവിനെ ഓർക്കണേ. ഹംദ് കൊണ്ട് ഓർക്കണേ, തസ്ബീഹ് കൊണ്ട്, തക്ബീർ കൊണ്ട്, തഹ്ലീൽ കൊണ്ട് ഓർക്കണേ. ഭൂമിയിലെ റൗളത്തും മിരിയാദിൽ ജന്നയിലിരിക്കാൻ, അതേ സ്വർഗത്തിൽ നിന്നുള്ള താഴ്വരയിലിരിക്കണോ? അത് അള്ളാഹുവിനെ ഓർക്കുന്ന മജ്ലിസല്ലേ? അതേ, അള്ളാഹുവിനെ ഓർക്കുന്ന മജ്ലിസുകളല്ലേ? ഇൽമിന്റെ മജ്ലിസുകൾ അള്ളാഹുവിനെ ഓർക്കുന്നതല്ലേ? ദിക്റിന്റെ മജ്ലിസുകൾ, സ്വലാത്തിന്റെ മജ്ലിസുകൾ എല്ലാം അള്ളാഹുവിനെ ഓർക്കുന്നതല്ലേ? എവിടെ കണ്ടാലും കയറിയിരിക്കണേ സഹോദരങ്ങളെ, എവിടെ കണ്ടാലും കയറിയിരിക്കണേ. ആ മജ്ലിസിന്റെ പുണ്യം കരസ്ഥമാക്കാൻ എവിടെ കണ്ടാലും കയറിയിരിക്കണേ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. എല്ലാ വസ്തുവിനും തുരുമ്പുണ്ട്, എല്ലാ വസ്തുവിനും കറകളയുന്നുണ്ട്, പരിപാടിയുണ്ട്. എല്ലാ വസ്തുവിനും ശുദ്ധീകരിക്കുന്ന പരിപാടിയുണ്ട്. ഇരുമ്പ് തുരുമ്പ് പിടിച്ചാൽ ശുദ്ധീകരിക്കുന്നത് ആലയിൽ കൊണ്ടുപോയി തീ കൊണ്ടാണെങ്കിൽ കൽബിന്റെ ശുദ്ധീകരണം ദിക്ർ കൊണ്ടാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ടാണെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചില്ലേ? ഹബീബ് നമ്മോട് പറഞ്ഞില്ലേ? അതേ സഹോദരങ്ങളെ, ചിന്തിക്കണേ. കൽബിന്റെ കറകളയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ടാണ് സഹോദരങ്ങളെ. അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട് നമ്മുടെ കൽബിന്റെ കറകളഞ്ഞ് നമ്മുടെ ഹൃദയത്തെ സംശുദ്ധമാക്കണേ. സലീമായ കൽബിന്റെ ഉടമയാകാൻ വേണ്ടി, സലീമായ കൽബ് ലഭിക്കാൻ വേണ്ടി അള്ളാഹുവിനോട് സദാ സമയവും ദുആ ചെയ്യണേ സഹോദരങ്ങളെ. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ, അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ, അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ദിക്റിലൂടെ രക്ഷപ്പെടാൻ അള്ളാഹു നമുക്ക് അവസരം നൽകട്ടെ. അല്ലാഹ്